ഹലോ. ഒരാൾക്ക് എത്രമാത്രം കാർബോഹൈഡ്രേറ്റ് വേണം ഒരു ദിവസം? കിട്ടുന്നത്രയും കഴിക്കാനല്ലേ? വേനില്ല. നാം ചെറുപ്പത്തിൽ തന്നെ സ്വായത്തമാക്കിയ നല്ല അറിവുകൾ ധാരാളമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു അറിവും അല്ലെങ്കിൽ ഈ ഒരു ശീലവും. പല ശീലങ്ങളും നമ്മൾ ചെറുപ്പം തൊട്ടേ ഫോളോ ചെയ്ത് വരുന്നതാണ്. ചെറുപ്പത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല തടിയുള്ള ആൾക്കാരാണ് ആരോഗ്യവാന്മാർ ആരോഗ്യവാദികൾ എന്നുള്ള രീതിയിലൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇന്നത് മാറിയല്ലോ. ഇന്ന് തടി കുറക്കാനുള്ള തത്രപ്പാടിലാണ് നാം ഏവരും. കാരണം ഒരു 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 പ്രോപ്പർ വെയ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ BMI ഒക്കെ കറക്റ്റ് ചെയ്തൊരു ബിലോ 25 എബോ ഒരു 18 ഇൻ ബിറ്റ്വീൻ 18 ആൻഡ് 25 ആക്കിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെയിറ്റൊക്കെ മാനേജ് ചെയ്ത് ഹെൽത്തിയായി ജീവിക്കാനാണ് നമുക്കിന്ന് ഇഷ്ടം. നമ്മുടെ താല്പര്യം അതാണ്. അവിടെ ഈ കാർബോഹൈഡ്രേറ്റ് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. നല്ല ആരോഗ്യം, സമ്പൂർണ്ണ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ, അല്ലെ സമ്പൂർണ്ണ ആരോഗ്യം നേടിയെടുക്കാൻ ആവശ്യമായ ന്യൂട്രിയൻസ് നോക്കുകയാണെങ്കിൽ, പോഷകങ്ങൾ നോക്കുകയാണെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട്. നമുക്ക് ധാരാളം ആവശ്യമുള്ളത്, കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമുള്ളതാണ് മാക്രോ. മൈക്രോ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളത്. ഈ മാക്രോ ന്യൂട്രിയൻസ് അതിന് തന്നെ കൂടുതൽ ആവശ്യമുള്ളതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാർബോഹൈഡ്രേറ്റ്. നമുക്കൊരു സാധാരണ മനുഷ്യന്, ഒരു ഫുള്ളി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു 750 grams പെർ ഡേ ഒക്കെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യം. നോർമലി ആണെങ്കിൽ ഇറ്റ് വിൽ വേരി ഫ്രം ഒരു 250 to 750 grams. ഒരു നോർമലി ഒരു സെഡൻറ്ററി ലൈഫ്, വലിയ രീതിയിലുള്ള ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ഹെവി ആയിട്ടുള്ള നമ്മൾ ഫിസിക്കൽ വർക്ക് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അതൊരു 250 to 300 grams ഒക്കെ മതി ഒരു ദിവസം. ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മേ ബി ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടാവും. ദെൻ വി ഹാവ് ലഞ്ച്, ഉച്ചക്കുള്ള ഊണുണ്ട്. അതിനിടയിൽ നമുക്കൊക്കെ ഒരു ശീലമുണ്ട്, ഒരു 11 മണി ചായ കാപ്പി എന്ന് പറഞ്ഞൊരു ശീലമുണ്ട്. 11-11:30 ഒക്കെ ആകുന്ന സമയത്ത് ഒരു ചായ, എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ, അതാണല്ലോ നമ്മുടെ ഫേവറേറ്റ് സംഭവങ്ങൾ. അത് കഴിഞ്ഞ് ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് വിശ്രമമൊക്കെ കഴിഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞാൽ 4 മണിയാകുമ്പോൾ ഒരു കാപ്പി കുടിക്കാൻ പോക്ക് വീണ്ടും ഒരു ചായ കൂടി വീണ്ടും ഉണ്ട്. ചായയും പലഹാരവും ഉണ്ടാവും. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇത് 6 മണിക്കാവാം, അല്ലെങ്കിൽ 7 മണിക്കാവാം. ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കുന്ന എപ്പോഴാണ്? എത്രമാത്രം ലേറ്റായിട്ട് കഴിക്കാൻ പറ്റുമോ അത്രമാത്രം ലേറ്റായിട്ട് കഴിക്കുക എന്നുള്ളത് നമ്മളിപ്പോഴത്തെ ഒരു ശീലം. അത് മേ ബി രാത്രി 10 മണിയാവാം, 10:30 ആവാം, 11 മണിയാവാം. ഈ ഒരു ശീലം നമ്മളെ സംബന്ധിച്ച് മാറ്റിയെടുക്കേണ്ട ആവശ്യം എപ്പോഴേ കഴിഞ്ഞു എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റ് ഞാൻ പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു 250 grams 250 gram to 700 grams, 250 തൊട്ട് 700 gram വരെ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്കൊരു ദിവസത്തെ എനർജി മേക്കിംഗ്. കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം, എനർജി ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്. അത്രയും ആവശ്യമുള്ളത് ഒരു 700 gram മാക്സിമം. അതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം ആവശ്യമില്ല. അത് തന്നെ ഏത് രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട് ആരോഗ്യ മേഖല. അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. അതായത് നമുക്ക് സിമ്പിൾ കാർബോഹൈഡ്രേറ്റും ഉണ്ട്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ഉണ്ട്. ഇപ്പോൾ തവിടൊക്കെ ഇല്ലാത്ത അരി സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് വരുന്നതാണ്. ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ ദഹിച്ച് അതിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണെങ്കിൽ അതെല്ലാം സിമ്പിൾ കാർബോഹൈഡ്രേറ്റിൽ വരുന്നതാണ്. പഞ്ചസാര ആയാലും മൈദ ആയാലും അതിലൊക്കെ വേറെ ഘടകങ്ങളുണ്ട്, നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം. മൈദ ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നമുക്ക് വെളുത്ത തവിടില്ലാത്ത അരി. അപ്പോൾ അതിനൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം. ആ സമയത്ത് നമുക്ക് ആ തവിടോട് കൂടിയ അരി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 80% തവിടും 100% തവിട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാർക്കറ്റിൽ നല്ല അരികൾ കിട്ടാനുണ്ട്. ഈ തവിടോട് കൂടിയ അരി ഉപയോഗിക്കാം, തവിടോട് കൂടിയ ഗോതമ്പ് തന്നെ, നുറുക്ക് ഗോതമ്പ് ഉപയോഗിക്കാം, അതുപോലെ മില്ലറ്റ് ചെറുധാന്യങ്ങൾ ഉപയോഗിക്കാം. ഇത്തരം ഒരു കാർബോഹൈഡ്രേറ്റുകളായിരിക്കണം നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ദഹിച്ച് അത് വിഘടിച്ച് സാവധാനം വിഘടിച്ച് നമുക്ക് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇത്ര മാത്രമേ അളവിൽ ആവശ്യമുള്ളൂ. പിന്നീട് ഒന്ന് നോക്കുകയാണെങ്കിൽ
പ്രോട്ടീൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. പ്രോട്ടീനെ പറ്റി പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടീൻ ഒരാളുടെ ശരീരഭാരത്തിന് 0.8 to 1 ഗ്രാം, ഒരു ആവറേജ് കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 1 ഗ്രാം പെർ ബോഡി വെയ്റ്റ്, ഒരു 0.8 എന്നാണ് പിന്നെ ICMR ഒക്കെ നിഷ്കർഷിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നത് 0.8 ഗ്രാം എന്നുള്ളതാണ്. 0.8 ഗ്രാം പെർ kg പെർ ബോഡി വെയ്റ്റ് ദിവസേന കിട്ടണം. ഇതും പ്രോട്ടീൻ നോക്കുകയാണെങ്കിലും പ്രോട്ടീൻ പല രീതിയിലുള്ള പ്രോട്ടീൻ നമുക്ക് ഇന്ന് അവൈലബിൾ ആണല്ലോ. അതിൽ തന്നെ ആനിമൽ പ്രോട്ടീനാണ് വളരെ കോമൺ ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന്. അതായത് പ്ലാന്റിനകത്ത് പ്രോട്ടീൻ ഇല്ല എന്നുള്ളതാണ് നമ്മളൊരു മിത്ത്, നമ്മളൊരു ധാരണ അങ്ങനെയാണ്. പ്ലാന്റ് പ്രോട്ടീൻ വളരെ പ്ലാൻ സംഭവങ്ങളിനകത്ത് പച്ചക്കറികളിലോ അല്ലെങ്കിൽ ധാന്യങ്ങളിലോ ഒക്കെ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ മനസ്സിൽ ആനിമൽ പ്രോട്ടീനാണ് വരാറ്. ആനിമൽ പ്രോട്ടീനേക്കാളും എന്തുകൊണ്ടും മികച്ചത് പ്ലാന്റ് പ്രോട്ടീൻ തന്നെയാണ്. ശരീരത്തിന് ഏറ്റവും ഉചിതമായത് പ്ലാന്റ് പ്രോട്ടീനാണ്. അത് സോയാബീൻ പോലെയുള്ള ധാന്യങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീൻ്റെ ക്വാളിറ്റി വളരെ നിർണായകമാണ്, വളരെ പ്രസക്തമാണ്. പ്രോട്ടീൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ അമിനോ ആസിഡുകൾ നമുക്ക് വേണം. 22 പരം അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. അതിൽ 9 എണ്ണം എസെൻഷ്യലാണ്. എന്തുകൊണ്ടാണ് ഈ 9 എണ്ണം എസെൻഷ്യൽ എന്ന് പറയുന്നത്? ഈ അമിനോ ആസിഡുകളെ ബോഡി ഉണ്ടാക്കുന്നതല്ല, പുറത്ത് ഭക്ഷണത്തിലൂടെ ബോഡിക്കകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് അമിനോ ആസിഡുകളെയും ബോഡി ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഈ 9 എന്ന് പറയുന്നത് എസെൻഷ്യലാണ്, വളരെ അത്യാവശ്യമുള്ള സംഭവം. ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ് ബോഡിയിൽ കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള 13 നോൺ എസെൻഷ്യലിനെയും കൂടി വെച്ച് അങ്ങനെ 22 അമിനോ ആസിഡ്സ് നമുക്ക് ബോഡിക്ക് ആവശ്യമുണ്ട്. ഈ അമിനോ ആസിഡുകളാണ് ബോഡിയിൽ പ്രോട്ടീൻ്റെ വിവിധ ധർമ്മങ്ങൾ, നമുക്ക് സ്കിന്നും മുടി അത്തരം കാര്യങ്ങളിലൊക്കെ ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. റിപ്പയറിങ് വർക്കിനൊക്കെ ഡെവലപ്മെൻറ്റ് വർക്കിനൊക്കെ ശരീരം ഉപയോഗിക്കുന്നത് ഇത്തരം ഈ അമിനോ ആസിഡുകളെയാണ്. അപ്പോൾ ഇത് ശരീരത്തിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ്റെ ക്വാളിറ്റി നിർണായകമാകുന്നത്. അമിനോ ആസിഡുകളെല്ലാം നമുക്ക് ബോഡിയിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റ് ആവുകയും, നമ്മൾ കഴിക്കുന്നത് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ സപ്ലിമെൻറ്റേഷൻ ആണെങ്കിൽ നമുക്ക് അതിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ്റെ ഡൈജസ്റ്റബിലിറ്റി പ്രധാനമാണ്. ദഹിപ്പിച്ച് അതിനെ ശരീരത്തിന് എടുക്കാനുള്ള കപ്പാസിറ്റി. പിഡിക്ക സ്കോർ എന്ന് പറയുന്ന സംഭവമുണ്ട്, പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ എന്നാണ് പറയുക. ഈ സ്കോർ 1.0 ആണ് അതിൻ്റെ ഹയസ്റ്റ്. അതിൽ പ്രോട്ടീൻ്റെ ഒക്കെ ഡൈജസ്റ്റബിലിറ്റിയും പ്രധാനമാണല്ലോ, നമുക്ക് ബോഡിയിൽ കിട്ടേണ്ടതാണല്ലോ, അത് വേസ്റ്റായി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് പോലും വളരെ ശാസ്ത്രീയമായിട്ട് കഴിക്കണം എന്നുള്ളതാണ്. നമ്മൾ വാരി വലിച്ച് എന്തൊക്കെയോ ഒക്കെ കഴിക്കുന്ന കാലമൊക്കെ മറന്നേക്കുക. നമ്മൾ അതിനകത്ത് കുറച്ച് സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മനസ്സ് അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഇത് പ്രോട്ടീനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം. നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ. ഇനി കൊഴുപ്പ് ഒരു പ്രധാന സംഭവമാണ്. കൊഴുപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ അതിനെ ഒന്ന് അകറ്റി നിർത്താനാണ് ശ്രമിക്കാറ്. കൊഴുപ്പിനെ നമുക്ക് വേണ്ട എന്നുള്ളതാണ് അല്ലേ. കൊഴുപ്പ് വളരെ ആവശ്യമാണ്, ശരീരത്തിന് കൊഴുപ്പ് ആവശ്യമാണ്. നല്ല കൊഴുപ്പുകളും ചീത്ത കൊഴുപ്പുകളും ഇത് രണ്ടും ശരീരത്തിൽ വേണം. നല്ല ഗുഡ് ഫാറ്റ് ആൻഡ് ബാഡ് ഫാറ്റ്, ഇത് രണ്ടും ശരീരത്തിന് ആവശ്യമാണ്. അതിൻ്റെ ഒരു അനുപാതമുണ്ട്, ഒരു 1:1 അനുപാതത്തിൽ വരണം ഇത് രണ്ടും. ഇപ്പം നമ്മൾ ആ ഒരു അനുപാതം എന്ന് പറയുന്നത്, ഒരു നല്ല കൊഴുപ്പ് ഫാറ്റ് വരുന്ന സമയത്ത് 6 അതിന് മേലെയൊക്കെയാണ് ബാഡ് ഫാറ്റ് നമുക്ക് കിട്ടുന്നത്. ആ നല്ല കൊഴുപ്പും ചീത്ത കൊഴുപ്പും തമ്മിൽ ഈ ഒരു അനുപാതം കറക്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് omega-3, omega-6 എന്ന് പറയും. നല്ല കൊഴുപ്പുകളൊക്കെ omega-3 ഗണത്തിൽ വരുന്നതാണ്. ഈ omega-3 നമുക്ക് വളരെ അത്യാവശ്യമാണ് ശരീരത്തിൽ. ഇതിൻ്റെ ഒരു ബാലൻസിങ് കറക്റ്റ് ചെയ്ത് നോക്കണം. omega-3 കൂടുതലായിട്ടും മീനിലൊക്കെയാണ് കൂടുതൽ omega-3 ഉള്ളത്. മീനെണ്ണ ഗുളികകളൊക്കെ നമുക്ക് ചെറുപ്പം തൊട്ടേ സുപരിചിതമാണ്, മീനെണ്ണ ഗുളികയൊക്കെ. കാരണം അത് കഴിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ മീനിലൂടെയാണ് നമുക്ക് മറ്റ് ധാന്യങ്ങളിലൂടെയൊന്നും അധികം കൊഴുപ്പുകൾ omega-3 കിട്ടാത്തത് കൊണ്ടാണ് ചെറുപ്പം തൊട്ട് നമ്മളൊക്കെ ചിലപ്പോൾ പലപ്പോഴും വീട്ടിലൊക്കെ ബോട്ടിലിൽ omega-3 കണ്ട ഓർമ്മ പലർക്കും ഉണ്ടാവും, കഴിച്ച ഓർമ്മ പലർക്കും ഉണ്ടാവും. ഇപ്പോൾ അത് റെഗുലറായിട്ട് കഴിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഈ omega-3 വളരെ പ്രധാനപ്പെട്ട ഒരു കൊഴുപ്പാണ്. അത് കൊഴുപ്പിൻ്റെ അളവ് omega-6 അടങ്ങിയ കൊഴുപ്പുകളെ കുറച്ച് കൊണ്ടുവരികയും omega-3 അടങ്ങിയ കൊഴുപ്പുകളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആ ബാലൻസ്, സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിവിടെ കുക്കിംഗ് ഒരു നിർണായക ഘടകമാണ്. നമ്മൾ മീനിനകത്ത് കൊഴുപ്പുണ്ട്, omega-3 ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ മീനൊക്കെ പാകം ചെയ്യുന്ന രീതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പെട്ടെന്നൊരു വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു കുക്കിങ്ങിനകത്ത്
വലിയ ഹൈ ടെമ്പറേച്ചറിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ ഒമേഗ 3 നഷ്ടപ്പെടും. അതുപോലെ തന്നെ എണ്ണയിൽ പൊരിക്കുന്ന സമയത്ത് ഈ എണ്ണക്കകത്തുള്ള ഒമേഗ 6ഉം മീനിൻ്റെ ഒമേഗ 3 ഒക്കെ ചേരുന്ന സമയത്ത് ഒമേഗ 3 നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് കുക്കിങ്ങും വളരെ നിർണായകമായ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ നിലനിർത്താൻ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വെള്ളം ഒരു നിർണായക ഘടകമാണ്. മനുഷ്യൻ്റെ ഓരോ ആൾക്കാരുടെയും ഒരു ശരീരത്തിന് അനുസരിച്ച് വെള്ളം കുടിക്കണം. എങ്ങനെയായാലും ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 2.5 to 3 ലിറ്റേഴ്സ്, ഒരു 2.5-3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് പ്യുവറായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ, കാർബണേറ്റഡ് വാട്ടറോ ജ്യൂസോ, ജ്യൂസിൽ നിന്നൊക്കെ കിട്ടും. നമുക്ക് ഭക്ഷണത്തിലൂടെയൊക്കെ വെള്ളം കിട്ടും. കഴിക്കുന്ന മറ്റ് ഈ പറഞ്ഞ ജ്യൂസ് അല്ലെങ്കിൽ കറികളിലൂടെയൊക്കെ നമുക്ക് ബോഡിക്ക് വെള്ളം കിട്ടും. ഒരു 80% വെള്ളം ബോഡി നമ്മുടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ബോഡിയുടെ ഒരു 80% ദ്രാവകാവസ്ഥയിലാണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു 3 ലിറ്റർ വെള്ളമൊക്കെ നമ്മൾ ഒറ്റയടിക്ക് ഒഴുങ്ങുക എന്നുള്ളതല്ല. സാവധാനം രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം സന്ധ്യ വരെയൊക്കെയുള്ള സമയത്ത് ഇത് പതിയെ സിപ്പ് ചെയ്ത് കുടിക്കുന്നതാണ് അഭികാമ്യം. കാരണം നമുക്ക് ദാഹം വരാൻ കാത്തു വെക്കരുത്. ദാഹം വരുന്നതിന് മുമ്പേ ഇടയ്ക്കൊക്കെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളം. ഒരു ശീലമാക്കിയെടുക്കുക വെള്ളം സിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ പറയുന്നത് ഈറ്റ് യുവർ വാട്ടർ ആൻഡ് ഡ്രിങ്ക് യുവർ ഫുഡ് എന്നാണ്. വെള്ളം കുടിക്കുന്നത് ചവച്ചരച്ച് കുടിക്കുന്ന പോലെ ആസ്വദിച്ച് കുടിക്കുക, കുറേശ്ശെയായിട്ട് കഴിക്കുക. ഭക്ഷണം വളരെ ചവച്ചരച്ച് എത്രമാത്രം ചവക്കാൻ പറ്റുമോ അത്രമാത്രം എണ്ണം ചവച്ചൊരു 30-35 തവണയൊക്കെ ചവച്ചരച്ച് അതിനെ വെള്ളം പോലെ ആക്കിയിട്ട് ഒരു ദ്രാവകത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് സലേവയൊക്കെ നമ്മൾ ഉമിനീരൊക്കെ ചേർത്തിട്ട് വേണം അകത്തേക്ക് ഇറക്കാൻ. എന്നാൽ മാത്രമാണ് നല്ല ദഹനം കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഭക്ഷണശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നല്ല ആരോഗ്യത്തിന് വേണ്ടിയുള്ള മാക്രോ ന്യൂട്രിയൻസ്, പോഷകങ്ങളിൽ നമുക്ക് വേണ്ട പോഷകങ്ങളിൽ കൂടുതൽ അളവിൽ വേണ്ടത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. കൊഴുപ്പ് വേണം, പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, വെള്ളം വേണം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. സമ്പൂർണ്ണ ആരോഗ്യത്തിന് വളരെ നിർണായകമാണ് ഈ ന്യൂട്രിയൻറ്റുകളൊക്കെ നമ്മുടെ ബോഡിയിൽ കൃത്യമായ അളവിൽ ക്വാളിറ്റിയുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത്.